കുറിച്ചുള്ള വാചകമടിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് റഷ്യ. ഇത് ട്രംപിനുള്ള മുന്നറിയിപ്പാണ്. എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും റഷ്യ മുട്ടുകുത്തില്ല എന്ന മുന്നറിയിപ്പ്. ട്രംപിന്റെ ഭീഷണികളെയും പ്രസ്താവനകളെയും ഇപ്പോൾ ആരും തന്നെ ഗൗരവത്തിലെടുക്കുന്നില്ല. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് ട്രംപിന്റെ ഭീഷണികൾ. 2 ആണവ അന്തർവാഹിനികൾ ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അമേരിക്കൻ അന്തർവാഹിനികൾ ഇതിനകം തന്നെ യുദ്ധ ദൗത്യത്തിലാണെന്ന് വ്യക്തമാണ്. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഇത്തരം വിവാദ വിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ആണവായുധ വാചകമടിയിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആണവ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി ട്രംപിന്റെ പ്രസ്താവനയെ തങ്ങൾ കാണുന്നില്ലെന്നും പെസ്കോവ് പറഞ്ഞു. പലരും വിഷയം വൈകാരികമായാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും തമ്മിലുണ്ടായ വാക്പോരിന് പിന്നാലെയാണ് US പ്രസിഡന്റിന്റെ പ്രസ്താവനയുണ്ടായത്. മുൻ പ്രസിഡന്റായിരുന്ന മെദ്വദേവ് നിലവിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനാണ്. യുക്രൈനിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാൻ റഷ്യയ്ക്ക് മുന്നിലുള്ളത് വെറും 10 ദിവസം മാത്രമാണെന്നും അല്ലാത്ത പക്ഷം തീരുവ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞതാണ് വാക്പോരിന് തുടക്കമിട്ടത്. എന്നാൽ റഷ്യയ്ക്ക് സോവിയറ്റ് കാലം മുതലുള്ള ആണവശേഷി ഉണ്ടെന്നും അത് ട്രംപ് മറക്കരുതെന്നുമായിരുന്നു മെദ്വദേവിന്റെ പ്രതികരണം. ഇതോടെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് 2 ആണവ അന്തർവാഹിനികൾ ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രൂത്ത് സോഷ്യലിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മെദ്വദേവിന്റെ പ്രസ്താവന ബുദ്ധിശൂന്യവും അതിവൈകാരികവുമാണ്. അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് തന്റെ നടപടിയെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചിരുന്നു. അതേസമയം റഷ്യൻ ആണവ അന്തർവാഹിനികളുടെ എണ്ണം അമേരിക്കൻ അന്തർവാഹിനികളേക്കാൾ വളരെ കൂടുതലാണെന്ന് റഷ്യൻ മുതിർന്ന നിയമനിർമ്മാതാവായ വിക്ടർ വൊഡോലസ്കിയും മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്തർവാഹിനികളെ കുറിച്ചുള്ള അമേരിക്കൻ നേതാവിന്റെ പ്രസ്താവനയോട് റഷ്യ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഒരു 3ാം ലോക മഹായുദ്ധത്തെ പറ്റി ലോകം മുഴുവൻ സംസാരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായി ഉടമ്പടി ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കണക്കുകൾ പ്രകാരം US-നേക്കാൾ ആണവ അന്തർവാഹിനികളുടെ എണ്ണത്തിൽ റഷ്യയ്ക്ക് മേൽക്കൈയുണ്ട്. US-ന് 14 ഓഹിയോ ക്ലാസ് ആണവ അന്തർവാഹിനികളാണുള്ളത്. ഓരോ അന്തർവാഹിനികൾക്കും 4600 മൈൽ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയും. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ 54 ആണവ അന്തർവാഹിനികളാണ് റഷ്യയുടെ ശക്തി. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ സംഭവവികാസങ്ങൾ ഉടലെടുത്തത്. 3 വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ട്രംപിന്റെ അരിശത്തിന് കാരണം. 10-12 ദിവസത്തിനുള്ളിൽ റഷ്യ ആക്രമണം അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ സാമ്പത്തികമായി പിഴ ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് റഷ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ആക്രമണം നടത്തിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.